നമസ്കാരം. ലോകമുലയൂട്ടൽ വാരം 2026. അപ്പോൾ ഞങ്ങളുടെ ഐശ്വര്യ അംഗനവാടിയിൽ ഇന്ന് അതിനെപ്പറ്റിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ ഇതിനെപ്പറ്റിയൊരു യൂട്യൂബ് ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായി തന്നെ എല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അംഗനവാടികളിലും ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജനറേഷനിലെ അമ്മമാരൊക്കെ ജോലിക്കാരായതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പാല് ഒന്നില്ലെങ്കിൽ കുപ്പിയിൽ പാല് പിഴിഞ്ഞ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പൊടിപ്പാൽ കലക്കി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് അതിൻ്റേതായ ആരോഗ്യങ്ങളുണ്ടാവും. അത് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, അമ്മയുടെ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണത്തിൽ നിന്ന് കുട്ടിക്ക് അത് വേണ്ടുവോളം കിട്ടും. അമ്മമാർ മുലയൂട്ടുന്നത് വഴി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ മുലപ്പാൽ ഊറി വരുന്ന കുഴലുകളിൽ നീർക്കെട്ടുമ്പോഴൊക്കെയാണ് ഈ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ തടയാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും അമ്മമാർ മുലയൂട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ അമ്മമാർ പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടത് നിർബന്ധമായിട്ട് കഴിക്കണം. അതുപോലെ മുട്ട കഴിക്കുകയാണെങ്കിൽ മുട്ട ഒരു ഹാഫ് ബോയിലൊക്കെ കഴിച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ പാലിൽ ഗ്ലൂക്കോസൊക്കെ കലക്കി കുടിക്കുന്നത് പാല് ഊറി വരാനായിട്ട് നല്ലതാണ്. അതുപോലെ മുരിങ്ങയുടെ പൂവ്, മുരിങ്ങയില, ചീരയില അതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എള്ളൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ മുലയൂട്ടലൊരു നാണക്കേട് പോലെയാണ്. അത് കുറേ കൊടുത്താൽ തന്നെ കൂടുതൽ പാല് ഊറി വരുള്ളൂ. അപ്പോൾ പാല് കൊടുക്കുമ്പോൾ അത് ആ കുട്ടികൾക്ക് ആ സ്നേഹവും വാത്സല്യവും ഒക്കെ അമ്മമാരുടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഈ പൊടിപ്പാലൊക്കെ കലക്കി കൊടുത്തിട്ട് ഈ ജോലിക്ക് പോണ അമ്മമാർ ഈ ആയമാരുടെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിച്ചിട്ട് പോവും. അപ്പോൾ അമ്മമാരായിട്ടുള്ള ടച്ച് ഉണ്ടാവില്ല. അപ്പോൾ മുലയൂട്ടുമ്പോഴാണ് കൂടുതൽ അമ്മമാരുടെ സ്നേഹം അവരിലേക്ക് കിട്ടുന്നത്. പണ്ടൊക്കെ അമ്മമാർ 4 വയസ്സ് വരെയൊക്കെയാണ് പാല് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഒരു 1.5 വയസ്സാകുമ്പോഴത്തേനും അമ്മമാർക്ക് പാല് കൊടുക്കലൊക്കെ നിർത്തും. അവരുടെ സൗന്ദര്യം സംരക്ഷിക്കലാണ് മെയിനായിട്ട് നടക്കുന്നത്. പിന്നെ അതുപോലെ ഈ നല്ല ആഹാരങ്ങൾ കഴിക്കാനും അമ്മമാർ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന കാരണം നല്ല ആഹാരങ്ങളും കഴിക്കുന്നില്ല. ഇപ്പോഴത്തെ അമ്മമാർ മൊബൈലിൽ നോക്കിയിട്ട് ഇരുന്നിട്ടാണ് കുട്ടികൾക്ക് പാല് കൊടുക്കുക. അപ്പോൾ കുട്ടികളുടെ പാല് തൊണ്ടയിൽ കുടുങ്ങാനും ശ്വാസതടസ്സം അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. സാധാരണയായിട്ട് ഒരു തലയിണയിൽ ഇങ്ങനെ വെച്ചിട്ട് കുട്ടികളെ തല വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കൊടുക്കൽ, കയ്യിൽ അല്ലെങ്കിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പാല് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടിയുടെ നെഞ്ചോട് ചേർത്ത് പാല് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അമ്മയുടെ സ്നേഹം കിട്ടും, കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹവും കൂടും. ഹായ് പറയും. ഹായ്. അല്ല മുലയൂട്ടുന്ന അമ്മമാര് കഴിക്കണോണ്ട് വല്ല കുഴപ്പമില്ല അല്ലേ? ഭാഷകളെ ക്യാൻസർ വരാൻ HPV അത് എത്ര വയസ്സിനുള്ളിൽ? അത് 14 തികയണം, 15 ഫുള്ളായ മാക്സിമം 3 മാസം കഴിഞ്ഞാൽ പിന്നെ പിന്നെ അമ്മ വീണ്ടും പ്രഗ്നൻസി വരാം. ഈ ആണെന്ന് അറിഞ്ഞാൽ അപ്പോൾ ഒരെണ്ണം ചെയ്യും. ഇപ്പൊ എന്ന് വെച്ചാൽ ഈ അംഗവൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ ഒരു 3 മാസം വരെ കാക്കും കുട്ടികളെ. എന്ന് വെച്ചാൽ ഈ കുത്തിവെപ്പ് എടുത്താൽ അബോർഷനൊന്നും ആവാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ പരമാവധി 3 മാസം കഴിഞ്ഞിട്ടേ കുത്തിവെപ്പ് എടുക്കുള്ളൂ. അതെടുത്ത് 28-ാം തീയതി കുത്തിയ എടുത്ത് 28-ാം തീയതിക്ക് സെക്കൻഡ് ഡോസ് എടുക്കാറായി. അങ്ങനെ 2 കുത്തിവെപ്പ് എടുക്കും. അതിനൊക്കെ കിടിയെന്നാണ് പറയുക. പണ്ടൊക്കെ നമ്മൾ പറയും ചീറ്റി ചെയ്തു, മറ്റേ എന്താ പറയുക പോയിസണിങ് റേഡിയേഷൻ ചെയ്തു, അങ്ങനെ പറയും. ഇപ്പൊ എന്താ പറയാ? ഇപ്പൊ TD വാക്സിനാണ് അല്ലേ? ആദ്യം TT ആയിരുന്നു, ഇപ്പൊ TD വാക്സിനാണ് ചെയ്യുന്നത്. അത് 2 ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറി ആകുമ്പോ ഡെലിവറി കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ ഒരു HPV ഒരു കുത്തിവെപ്പ് കൊടുക്കും. പിന്നെ ഒരു 0 ഡോസ് പോളിയോ കൊടുക്കും. ഉണ്ടെങ്കിൽ BCG. അതല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ BCG എടുത്തിരിക്കണം. ചിലര് 15 ദിവസമൊക്കെ വെച്ച് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാരണവശാൽ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 1 വയസ്സിനുള്ളിൽ എടുത്തിരിക്കണം.
അതാണ് BCG യുടെ കണക്ക്. പിന്നെ എല്ലാ 45 ദിവസവും നമ്മുടെ സെന്ററുകളിൽ എവിടെയാ കുത്തിയപ്പുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കുത്തിക്കോളണം. അതിനിപ്പോൾ എന്താ ഫസ്റ്റ് കുത്തും. പിന്നെ 28 ദിവസം കഴിഞ്ഞ് 30 ദിവസം നമ്മൾ കുത്തുള്ളൂ. 30ാമത്തെ ദിവസം സെക്കൻഡ് വെണ്ട കുത്തും. എടുത്ത 30 ദിവസം ആകുമ്പോൾ 3ാമത്തെ വെണ്ട കുത്തും. കുഞ്ഞിനെ 9 മാസം തികഞ്ഞ് 10 തുടങ്ങുമ്പോൾ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും BCG മീസിൽസ് കൊടുക്കാം. 5-ാം മണിക്കെതിരെയുള്ള കുത്തിവെപ്പ് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വൈറ്റമിൻ എ കൊടുക്കും. പിന്നെ കുഞ്ഞിന് 1.5 വയസ്സാകുമ്പോൾ ഇപ്പം 1 വയസ്സ് 4 മാസം ആകുമ്പോഴേക്കും വരുന്നുണ്ട് റിപ്പോർട്ടൊക്കെ. എന്നാലും 1.5 വയസ്സായിട്ട് എടുത്താൽ മതി. ചലിത്തിരി കടുപ്പുള്ള സാധനമാണ് എടുത്തത് കുത്തനെ അപ്പോൾ DPTയുടെ ബൂസ്റ്റർ ഡോസ് ടെസ്റ്റ് കൊടുക്കും. ഒപ്പം തന്നെ MR സെക്കൻഡ് കൊടുക്കും. അത് 5-ാം മണിയുടെ 2ാമത്തെ ആഴ്ചയിൽ കൊടുക്കും. ഇത് കൊടുത്തില്ലെങ്കിൽ പകരം MMR കൊടുക്കാം. MMR 9ാം മാസത്തിലല്ലേ? MMR 9ാം മാസത്തിൽ. MR മാത്രമുള്ള 9ാം മാസത്തിൽ. MMR കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1.5 വയസ്സാവണം. അത് നമ്മുടെ ഷെഡ്യൂളിൽ ഇല്ല, പുറത്തുനിന്ന് കൊടുക്കണം. പിന്നെ എല്ലാ പണ്ട് നമ്മുടെ ഉണ്ണികളൊക്കെ വലിയ പാല് കൊടുക്കണം. ഒരെണ്ണം മാത്രം കൊടുത്താക്കുമ്പോ എന്താ പറയാ, ഫിസിക്കലി പറയണെങ്കിൽ ഒരെണ്ണം വലിയതായിരിക്കും, മറ്റേ ചെറുതായിരിക്കും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതല്ല, രണ്ടും മാറി മാറി കൊടുക്കുമ്പോൾ 2 ബ്രസ്റ്റിലും ഒരേപോലെ പാല് വരും. അപ്പോൾ കുഞ്ഞിന് ബ്രസ്റ്റില് മാറാൻ, അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളം മാത്രം കുടിച്ച് ബാക്കിയുള്ള ദൂരം അവിടെ നിൽക്കും. അപ്പോൾ പോഷകമുള്ള സാധനമൊന്നും കുട്ടിയുടെ വയ്ക്കിട്ട് കിട്ടില്ല. അപ്പോൾ അതിനുള്ള വളർച്ചക്കുറവുണ്ടാവും. എൻ്റെ ദൈവം ഫോട്ടോ